പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകരെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് വരുന്ന വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത്. മാത്രമല്ല, നായകനായ നെയ്മർ വേൾഡ് കപ്പ് കളിക്കുന്നു എന്നുള്ളതും ഏറെ പ്രതീക്ഷ നൽകിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ബ്രസീൽ ആരാധകർക്ക് വലിയൊരു തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മറിന്റെ കരിയറിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരിക്ക്. ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് നെയ്മറിന് വീണ്ടും പരിക്ക് വന്നിരിക്കുകയാണ്. പരിക്ക് കാരണം കൊണ്ട് തന്നെ 2-3 ആഴ്ചയോളം നെയ്മർ പുറത്തിരിക്കും. വേൾഡ് കപ്പിന് മുൻപുള്ള സൗഹൃദ മത്സരങ്ങളെല്ലാം നെയ്മറിന് നഷ്ടമാവും. മാത്രമല്ല, വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ആദ്യ മത്സരമായിട്ടുള്ള മൊറോക്കോക്കെതിരെയുള്ള മത്സരം നെയ്മറിന് നഷ്ടമായേക്കുമെന്നും ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ജൂൺ 1 നടക്കുന്ന പനാമയ്ക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരവും അതുപോലെ തന്നെ ജൂൺ 7 നടക്കുന്ന ഈജിപ്തിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരവും നെയ്മറിന് നഷ്ടമായേക്കും. നെയ്മർ ഇതുവരെ ഒരു കാഫ് ഇഞ്ചുറിയിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല. വേൾഡ് കപ്പ് ആരംഭിക്കാനായിട്ട് വെറും 20 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്കെല്ലാം വലിയൊരു നിരാശ നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും എത്രയും വേഗം നെയ്മർ റിക്കവർ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത, നമുക്കറിയാം നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. നമുക്കറിയാം, അർജന്റീനയുടെ സ്ക്വാഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അർജന്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപനത്തിനായി ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ പരിശീലകനായിട്ടുള്ള ലയണൽ സ്കലോനി ആരാധകരോട് ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ ടീമിലെ താരങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കൾച്ചർ, ട്രഡീഷൻ എല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും മത്സരം കാണാൻ അങ്ങോട്ട് വരികയാണ്. മാത്രമല്ല, ആരാധകരോട് ഞങ്ങൾ പിന്തുണയ്ക്കണമെന്നും സ്കലോനി പറഞ്ഞു. മാത്രമല്ല, വേൾഡ് കപ്പ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും സ്കലോനി പറഞ്ഞു. മാത്രമല്ല, പ്ലേയേഴ്സും ആരാധകരും എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും വേൾഡ് കപ്പിന് വേണ്ടിയുള്ള അർജന്റീനയുടെ 26 അംഗ സ്ക്വാഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.